ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് RBI അപ്രൂവുള്ള ഒരു കിഡിലം NBFC, ഒരു വെറൈറ്റി NBFCയെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ബാങ്കുകളിലും, ഈ ഒരു ചാനലിലുള്ളവർക്ക് തന്നെ അറിയാൻ സാധിക്കും, ഒരുപാട് ബാങ്കുകളിലും NBFCയിലും നമ്മൾ പോയി ലോൺ അപ്ലൈ ചെയ്യും. ഞാൻ മുമ്പ് പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് നമ്മൾ ഒരു 5 ദിവസം 6 ദിവസം മാക്സിമം 15 ദിവസം വരെ കാത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. റിജക്റ്റ് ആകും, പിന്നെ നമ്മൾ ആകെ ഡെസ്പ് ആകും. മറ്റൊരു പ്രധാന ഇൻഫർമേഷൻ പറയുന്നത്, നമ്മളൊരു ലോൺ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ കൊടുത്താൽ ഇവരിത് റിജക്റ്റ് ആവുമെങ്കിൽ നമ്മൾ വിളിച്ച് പറയില്ല. കാരണം നമ്മൾ തെറി വിളിക്കുമോ ഒന്നും അവർക്ക് അറിയില്ല. അവർ പിന്നെ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ഫോൺ ബ്ലോക്ക് ചെയ്തിരും. അങ്ങനെ ഒരുപാട് അനുഭവം നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെന്നെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം ബാങ്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇപ്പം മെയിനായിട്ട് നമ്മുടെ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് SBI, HDFC, ICICI, ഈ 3 ബാങ്കുകളുമാണ് നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നത്. അപ്പോൾ ഈ ബാങ്കിൽ ലോൺ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, മിനിമം സാലറി ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ വേണം. ICICIയിലേക്കാണെങ്കിൽ 25 രൂപ ആ റേഞ്ചിൽ വേണം. SBIയിലും 20,000 രൂപ സാലറി വേണം. അത് ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ. അവർ ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആകും, സിബിൽ എല്ലാം ക്ലിയർ ആകും. പിന്നെ ഏരിയ ചെക്ക് ചെയ്ത്, നമ്മുടെ പിൻകോഡ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ഏരിയ, ഇടുക്കി അല്ലെങ്കിൽ വയനാട് ബോർഡർ അല്ലെങ്കിൽ തിരുവനന്തപുരം ബോർഡർ ഉദ്ദേശിച്ച് തിരുവനന്തപുരം നമ്മുടെ മാർത്താണ്ഡം ആ ഒരു ഭാഗം, തമിഴ്നാടുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഇവിടെ വരുന്ന സമയത്ത് റിജക്റ്റ് ആകും, അവർ ചെയ്യില്ല എന്ന് പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് പറയും -1 സിബിൽ, ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സിബിൽ സ്കോർ നെഗറ്റീവാണ്, അങ്ങനെ റിജക്റ്റ് ആകും. പിന്നെ ഏജിൻ്റെ പ്രശ്നം കൊണ്ട് റിജക്റ്റ് ആകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ റിജക്റ്റ് ആകും. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ആയവർക്ക് ഒരു സുവർണ അവസരമാണ്. നിങ്ങൾക്ക് ഒരു മീഡിയം സിബിൽ ഉണ്ടെങ്കിൽ, ഒരു 650 സിബിൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. The customer should be between 21 to 55 years of age. Employment type: a salaried individual working in either a private limited company, public limited, or government employee. The customer should not be self-employed or working as a part-time individual. Salary and payment mode: monthly salary should be ₹12,000 or more. Salary should get credited in a bank account through online transfer. Customers getting salary by check or cash are not eligible. The customer should not have defaulted on any current loan. അപ്പം ഞാൻ താഴെ കൊടുത്തിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് അനുസരിച്ച് നിങ്ങളുടെ ഫുൾ നെയിം ഇവിടെ കൊടുക്കുക, നമുക്ക് കൊടുക്കാം. ഇനി മൊബൈൽ നമ്പർ കൊടുക്കുക. ഇനി ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. മീൻസ് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, പബ്ലിക് ലിമിറ്റഡ് ആണോ, ഗവൺമെൻറ് ആണോ ഇവിടെ കൊടുക്കുക. ഈ പ്രൊപ്പറേറ്റർഷിപ്പും അതുപോലെ തന്നെ പാർട്ണർഷിപ്പും ചെയ്യും, പക്ഷേ PF ESI നിർബന്ധമായിരിക്കണം. സെൽഫ് എംപ്ലോയിഡും ആ ദിവസം അവർ ചെയ്യില്ല. മെയിൻലി പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ്, ഗവൺമെൻറ് ഫോം. ഈ പ്രൈവറ്റ് ലിമിറ്റഡിലും പബ്ലിക് ലിമിറ്റഡിലും ഗവൺമെൻറ് ഫോമിലും മീൻസ് ESI PF ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവർ ചെയ്യും. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കാം. മന്ത്ലി ഇൻഹാൻസ് സാലറി 12,000 അതിന് മുകളിലുമാണ് സാലറി വേണ്ടത്. നമുക്ക് മോഡ് ഓഫ് സാലറി മസ്റ്റായിട്ടും ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കണം, ചെക്കിങ് ക്യാഷും ചെയ്യില്ല. കറൻറ്റ് റിസൾട്ട്സ് പിൻ കൂടെ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ലോൺ അമൗണ്ട് എത്ര വേണം നമുക്ക് കൊടുക്കാം, പക്ഷേ അവർ ചെക്ക് ചെയ്ത് നമ്മുടെ എലിജിബിലിറ്റി ബേസ് ചെയ്തേ തരുള്ളൂ. ഏജ് ഓഫ് ദി കസ്റ്റമർ മസ്റ്റായിട്ടും 21-55, ഇൻ ബിറ്റ്വീൻ 21 to 55 ആയിരിക്കും. നമുക്ക് 25 കൊടുക്കാം. ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ്, ഇത് ചില കസ്റ്റമേഴ്സ് തെറ്റിക്കും. ഇത് മന്ത്സിലാണ് കൊടുക്കാനുള്ളത്, വർഷത്തിലല്ല. അപ്പോൾ ഒരു വർഷമാണെങ്കിൽ 12 മാസം ഒന്ന് കൊടുക്കുക. ഇനി EMI എന്തെങ്കിലും പോകുന്നെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ 0 എന്ന് കൊടുക്കുക. ഇനി എന്തെങ്കിലും EMI ഉണ്ട്, നിങ്ങൾ 0 എന്ന് കൊടുത്താൽ അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ഡസ് ദി കസ്റ്റമർ ഹാവ് എനി ഡിലേ ഇൻ ലോൺ ഇൻ പാസ്റ്റ് 1 year എന്ന് ചോദിക്കും. എന്തെങ്കിലും ലോണിൽ ഒരു വർഷത്തിൽ എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെന്ന് ചോദിക്കും. ചില അറിയാതെ ഇവിടെ എസ് എന്ന് കൊടുത്തും, ചില അറിയാതെ ഇവിടെ എസ് എന്ന് കൊടുക്കും, സ്പോട്ട് റിജക്റ്റ് ആകും. ഇവിടെ നോ എന്ന് കൊണ്ട് കൊടുക്കുക. ഇനി ഉണ്ട്, ലോണിന് ഡിലേ പേയ്മെൻറ്റ് ഉണ്ട്, പക്ഷേ നിങ്ങൾ നോ എന്ന് കൊടുത്താൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. ഇനി പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുക. പേര്, ആധാർ കാർഡിലുള്ള നമ്മുടെ പേര്, അതുപോലെ തന്നെ മീൻസ് വയസ്സ്, ഇമെയിൽ ID, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ പേജിലാണ് പോകുന്നത്. ഈ ഡോക്യുമെൻറ്റേഷൻ പേജിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ആദ്യമേ ചെയ്യേണ്ടത് പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക.
അതേപോലെ തന്നെ അതിൻ്റെ താഴെ നേരെ വരുന്ന സമയത്ത് ആധാർ കാർഡ് കാണാം. ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സാലറി സ്ലിപ്പ്, 1 മാസത്തെ സാലറി സ്ലിപ്പ്, അത് ലേറ്റസ്റ്റ് 3 മാസത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം, അത് അല്ല പഴയൊന്നും കൊടുക്കരുത്. അതിനുശേഷം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF രൂപത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. PDF തന്നെ വേണം, മറ്റ് ഫോമാറ്റിലൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം പാസ്വേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തേ പോകരുത്. എന്നിട്ട് പ്രൊസീഡ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡോക്യുമെൻറ്റേഷൻ്റെ ആ ഒരു ഓപ്ഷൻ. പിന്നെ അവരുടെ എക്സിക്യൂട്ടീവ്സ് അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ അവർ വിളിച്ച് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റാസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് വേണമെന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.